നമസ്കാരം. മോദിയെ തകർക്കാൻ കഴിയാതെ ട്രംപ്. മോദി ഹീറോയാടാ, ഹീറോ. ലോകപ്രശസ്ത എഴുത്തുകാരനും നരവംശ ശാസ്ത്രജ്ഞനുമായിട്ടുള്ള യുവാൽ നോഹ ഹരാരി ഒരിക്കൽ പറഞ്ഞു, ലോക ചരിത്രത്തിലെ ഏറ്റവും സമാധാനപൂർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യരാശി കടന്നു പോകുന്നത് എന്നും, എന്നിട്ടും നമ്മൾ പറയുന്നു ലോകം മുഴുവൻ ദുഃഖവും ദുരിതവുമാണ് എന്ന്. യഥാർത്ഥത്തിൽ അത് സത്യമാണ്. കാരണം 2025 കടന്നു പോകുമ്പോൾ ദുഃഖവും ദുരിതവും തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവും ആഭ്യന്തര പ്രശ്നങ്ങളും ഭീകരാക്രമണങ്ങളും ജൻസി പ്രക്ഷോഭങ്ങളും അട്ടിമറികളും ഒക്കെയായി ഒരുപാട് ചോര ഒഴുകിപ്പോയ വർഷമാണ് ഈ കടന്നു പോകുന്ന 2025. എങ്കിലും മുൻകാലത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ എത്രയോ കുറഞ്ഞ കാലമാണിത് എന്ന് നമുക്ക് മറന്നു പോവുകയും ചെയ്തത്. പക്ഷേ ടൈം മാഗസിൻ അടക്കം 2025 വിലയിരുത്തുന്നത് അസ്ഥിരതകളുടെ വർഷമെന്നാണ്. ദീർഘകാലമായി തുടരുന്ന നിരവധി യുദ്ധങ്ങളും പുതിയ സംഘർഷങ്ങളും തുടരുന്നു. ട്രംപ് നയിക്കുന്ന വ്യാപാര യുദ്ധമെന്ന രക്തരഹിത യുദ്ധവുമുണ്ട് മറുഭാഗത്ത്. ലോകത്തിന്റെ ശാക്തിക ബലാബലത്തിൽ കാര്യമായ മാറ്റം വരുത്താത്ത വർഷമാണ് കടന്നു പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകം കൂടുതൽ വലതുപക്ഷമാകുന്ന പ്രവണത തുടരുകയാണ്. ഇന്ന് യൂറോപ്പും അമേരിക്കയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിടിമുറുക്കുന്നത് ഏറിയും കുറഞ്ഞുമായ അളവിലുള്ള വലതുപക്ഷ രാഷ്ട്രീയമാണ്. 2025 പ്രധാന സംഭവങ്ങൾ, ഒപ്പം ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നവർ, ഇവരെയൊക്കെ നമ്മൾ കാണേണ്ടതാണ്, നമ്മൾ അറിയേണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള 10 രാജ്യങ്ങളിലെ 2025 ഫോബ്സ് പട്ടികയിൽ ആ ഫോബ്സ് പട്ടികയുടെ കണക്കൊന്ന് പുറത്തിറക്കിയാൽ 1ാം റാങ്ക് ഇന്നും അമേരിക്കയ്ക്കാണ്. തൊട്ടു പിന്നാലെ ചൈനയും റഷ്യയുമാണ്. 4ാം സ്ഥാനത്ത് UK, 5ാമത് ജർമ്മനി, 6ാമത് സൗത്ത് കൊറിയ, 7ാമത് ഫ്രാൻസ്, 8ാമത് ജപ്പാൻ, 9ാമത് സൗദി അറേബ്യ, 10ാമത് ഇസ്രായേൽ, 11ാമത് UAE, 12ാമത് ഇന്ത്യ എന്നിങ്ങനെയാണ് ആ ലിസ്റ്റ് എന്ന് പറയുന്നത്. നേതൃത്വം, സാമ്പത്തിക സ്വാധീനം, രാഷ്ട്രീയ ശക്തി, ശക്തമായിട്ടുള്ള അന്താരാഷ്ട്ര സഖ്യങ്ങൾ, സൈനിക ശക്തി എന്നീ 5 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ് തന്നെ നിശ്ചയിച്ചത്. പക്ഷെ ട്രംപും നെതന്യാഹുവും കഴിഞ്ഞാൽ പോയ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയരായ ലോക നേതാക്കൾ ആരെ എന്ന് ചോദിച്ചാൽ അതൊന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും, പിന്നെ മറ്റൊന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്നത് ഹീറോയാണ്. ലോകത്തിലെ ആഗോള തലത്തിൽ നോക്കിയാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദി എന്ന് പറയപ്പെടുന്ന വ്യക്തിയിലേക്ക് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, ഒരു നേതൃത്വ പാഠവത്തിന്റെ ഗുണമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 12ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നത് തന്നെ സാമ്പത്തിക സ്വാധീനം, രാഷ്ട്രീയ ശക്തി, ശക്തമായിട്ടുള്ള അന്താരാഷ്ട്ര സഖ്യങ്ങൾ, സൈനിക ശക്തി, ഇവയൊക്കെ ഈ 5 ഘടകങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിലൊക്കെ ചില പരാധീനതകൾ ഇന്നും ഇന്ത്യക്ക് ബാക്കിയുള്ളത് കൊണ്ടും വരും കാലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ അതിജീവിച്ച് മുന്നിലെത്തുമ്പോൾ വരുന്ന ഒരു 5 വർഷം കൊണ്ട് തന്നെ 2030 എത്തുമ്പോൾ ഇന്ത്യ ഒരു 3ാം സ്ഥാനത്തേക്ക് എത്തപ്പെടുന്ന തരത്തിലേക്കുള്ള ഒരു വൻ ശക്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നേതൃപാടവം എന്ന് പറയപ്പെടുന്ന ഇന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല. ഒരേ സമയം ഒരാൾ തന്നെ നായകനും പ്രതിനായകനുമാവുന്ന പഴയ യൂറോപ്യൻ ഡ്രാമകൾ പോലെയാണ് പലപ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു യുദ്ധത്തിലേക്ക് നീണ്ട ഇന്ത്യ പാക് പോരിനെ അടക്കിയത് താനാണ് എന്ന് അവകാശപ്പെടുന്ന ട്രംപ് ഇന്ത്യ ഇപ്പോഴും അത് നിഷേധിക്കുകയാണ്. എന്നിട്ട് പോലും അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ട്രംപിനെ കുറിച്ച് എന്ത് പറയാൻ? അതുപോലെ ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരുവാനുള്ള പ്രധാന നീക്കം നടത്തിയതും ട്രംപ് തന്നെ എന്ന് അവകാശപ്പെടുന്നു. ഒപ്പം യുക്രൈൻ യുദ്ധം നിർത്തിക്കുവാനുള്ള നടപടികൾ തുടങ്ങി വെച്ചതും താനാണ് എന്ന് അവകാശവാദവുമായിട്ട് ട്രംപ് മുന്നോട്ട് പോകുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ നോബൽ സമ്മാനത്തിന് തീർത്തും അർഹൻ താൻ തന്നെയാണ് എന്നാണ് ട്രംപിന്റെ വാദം പോലും. അത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. എന്നിട്ടും അത് ട്രംപിന് കിട്ടിയില്ല എന്നത് വേറെ കാര്യം. ഇതേ ട്രംപ് തന്നെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നൈജീരിയയ്ക്ക് മേൽ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. ബോക്കോ ഹറാം തീവ്രവാദികൾ ക്രിസ്ത്യാനികളുടെ ഉന്മൂലനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിട്ടത് എന്തിനാണ്? കഴിഞ്ഞ വർഷം ഇറാന്റെ ആണവ നിലയം തകർത്ത
ആ രാജ്യത്തേക്ക് കയറി ആക്രമിക്കുവാനും ട്രംപിന് മടിയുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആക്രമണങ്ങൾ പോലും ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന ട്രംപ് ഒരേ സമയം നായകനും അതേസമയം വില്ലനുമാണ്. പക്ഷെ അതേ ട്രംപ് തന്നെയാണ് വ്യാപാര യുദ്ധത്തിലൂടെ റിവേഴ്സ് ഗ്ലോബലൈസേഷനിലൂടെ ലോകത്തിന്റെ സാമ്പത്തിക അസ്ഥിരതയും ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതിഭീകരമായിട്ടുള്ള തീരുവയാണ് ട്രംപ് കൂട്ടിയത്. കണ്ണും മൂക്കുമില്ലാതെ പലപ്പോഴും ഈഗോയുടെ പുറത്ത് ട്രംപ് രാജ്യങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള താരിഫ് വർധന ഏർപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ റഷ്യ, ചൈന, ഇന്ത്യ പോലെ ഒരു അച്ചുതണ്ടും ഡോളറിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഖ്യവുമൊക്കെ ലോകത്ത് രൂപപ്പെട്ടു വരുന്നത് മനസ്സിലാക്കാൻ ഈ പൊട്ടൻ ട്രംപിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. കവലച്ചട്ടമ്പിയെ പോലെ പെരുമാറിയും ട്രംപ് ലോകത്തെ ഞെട്ടിക്കുകയാണ്. ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ച സംഭവം മാത്രം മതി ഒരു രാഷ്ട്രത്തലവന്റെ നിലവാര തകർച്ച വ്യക്തമാക്കാൻ. പക്ഷേ ട്രംപിനെ പോലുള്ള ഒരാൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം അദ്ദേഹം അത്രത്തോളം നിലവാരം കുറഞ്ഞ ഒരാളാണ്. എന്തോ ഒരു ഗതികേടിന്റെ പുറത്താണ് രണ്ടാമതും അമേരിക്കൻ ജനത അയാളെ വീണ്ടും അവിടുത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത്. ഇപ്പൊ തന്നെ നോക്കൂ, വർഷാവസാനം എപ്സ്റ്റീൻ ഫയലുകൾ വീണ്ടും പൊങ്ങി വന്നു. ബാലപീഡന ദ്വീപിലെ കാമകേളികൾ മാധ്യമങ്ങൾ കുത്തിപ്പൊക്കുന്നതുമൊക്കെ ട്രംപിന് കുരുക്കാണ്. 1 ഡസനോളം കേസുകളിലെ പ്രതിയാണ് ട്രംപ്. ട്രംപ് ഈ നാക്കുകൊണ്ട് മാത്രമാണ് യുദ്ധം ചെയ്യുന്നത്. ഒരിക്കലും അദ്ദേഹം ആയുധമെടുക്കാറില്ല. ലോക പോലീസ് കളിച്ച് അമേരിക്കയുടെ പണം വേസ്റ്റ് ആക്കരുത് എന്നുള്ള ട്രംപിന്റെ നയം പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് ഒരു വലിയ അസ്ഥിരതയാണ് എന്നുള്ളതാണ്. ഉക്രൈന് കൊടുക്കേണ്ട സഹായം പോലെ അതുപോലും ബൈഡൻ മാറി ട്രംപ് ആയതോടുകൂടി വെട്ടിക്കുറയ്ക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. മുമ്പൊക്കെ ഒരു ആക്രമണം ഉണ്ടായാൽ അമേരിക്ക തടയുമെന്നുള്ള ഒരു പ്രതീക്ഷ യൂറോപ്പിലെ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രാഷ്ട്രങ്ങളൊക്കെ സ്വന്തമായിട്ട് ആർമി ശക്തമാക്കുകയാണ്. കാരണം വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമായി അമേരിക്ക മാറി. കാരണം ട്രംപ് ഭരിക്കുന്നത് കൊണ്ടാണ്. പ്രതിരോധ ബജറ്റ് കുത്തനെ കൂട്ടുകയാണ്. സ്ഥിരതയില്ലായ്മ, അതാണ് ട്രംപിന്റെ പ്രധാന പ്രശ്നം. അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് ആർക്കും പിടികിട്ടാത്ത തരത്തിലുള്ള ഒരു സ്വഭാവം. പക്ഷേ ഈ വർഷത്തെ ഗ്ലോബൽ ന്യൂസ് മേക്കർക്കുള്ള പുരസ്കാരം കൊടുക്കുകയാണെങ്കിൽ അത് ട്രംപിന് തന്നെയായിരിക്കും. 2025 കടന്നു പോകുമ്പോൾ ലോകത്തിന് വില്ലനും രാജ്യത്തിന് ഹീറോയുമായിട്ട് ഒരൊറ്റ നേതാവുണ്ട്. അതാണ് കേരളത്തിലടക്കം ചെകുത്താന്റെ പ്രതിരൂപമായി ചിത്രീകരിക്കപ്പെടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 2023 ഒക്ടോബർ മാസം 7-നുണ്ടായ ഹമാസ് ആക്രമണത്തിന് മറുപടിയായിട്ട് ആ ഭീകര സംഘടനയിലെ നേതാക്കളെ ഒന്നൊന്നായി തീർത്ത് സ്വന്തം രാജ്യത്തെ രക്ഷിച്ചെടുക്കുവാൻ അദ്ദേഹത്തിന് ഏറെക്കുറെ കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ഹമാസ് നേതൃനിരയിലെ 90% പേരെയും ഹമാസ് ആർമിയുടെ 70% തീർത്താണ് നെതന്യാഹു സമാധാന കരാറിൽ ഒപ്പിടുന്നത്. ബന്ദികളെ ഭാഗികമായിട്ട് മോചിപ്പിക്കുവാനും ഇസ്രായേലികളുടെ ആശങ്ക ഒരു പരിധിവരെ തീർക്കാനും അദ്ദേഹത്തിനായി എന്നുള്ളതാണ്. ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തൽ വന്നിരിക്കുകയാണ്. ഗാസയുടെ പുനർനിർമ്മാണത്തിന് അടക്കമുള്ള പദ്ധതികളുമായിട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. അപ്പൊ പതുക്കെ IDF ഗാസയിൽ നിന്ന് ഒഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോഴും തന്റെ രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നെതന്യാഹു എന്ന് പറയപ്പെടുന്ന നേതാവ് തയ്യാറല്ല. അത്തരം സന്ദർഭങ്ങളിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിക്കുന്നു. നാലുപാടും ശത്രുക്കൾ, സ്വന്തം പാർട്ടിയിൽ പ്രതിസന്ധി, അഴിമതി ആരോപണങ്ങളുമായിട്ട് പ്രതിപക്ഷം ഒരു ഭാഗത്ത്. ഇതിനിടയിലും സമചിത്തതയോടെ ഇസ്രായേലിനെ നയിക്കുവാനും ശത്രുക്കളെ തീർക്കുവാനും നെതന്യാഹുവിന് കഴിയുന്നു എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ നേതാക്കളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് കൊല്ലപ്പെട്ടു. ഹൂതി വിമതരെയും ഒരു പരിധിവരെ ഒതുക്കി എന്നുള്ളതാണ്. ഇറാനിൽ ആക്രമണം നടത്തി അവരെയും ഞെട്ടിച്ചു. ഓരോരോ പ്രധാന സംഭവം നടക്കുമ്പോഴും നെതന്യാഹു ലോകത്തെ അഭിസംബോധന ചെയ്ത് അതിശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഗാസയിൽ 50,000-ഓളം പേർ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ UN വരെ കുറ്റപ്പെടുത്തുമ്പോൾ നെതന്യാഹുവിന് കുലുക്കമില്ല. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അറസ്റ്റ് വാറണ്ടിലും അയാൾക്കും ഒരുപാട് പറയാനുണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ആയുധം കൊണ്ട് പോരടിക്കുമ്പോഴും മറുഭാഗത്ത് ചർച്ചയുടെ സമാധാനത്തിന്റെയും പാതയൊരുക്കുവാൻ നെതന്യാഹു ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയും UAE തൊട്ട് ഈജിപ്റ്റ് വരെയുള്ള രാജ്യങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധമാണ് നെതന്യാഹുവിനുള്ളത്, ഇസ്രായേലിനുള്ളത്. മോദിയുമായിട്ടും നെതന്യാഹു വളരെ നല്ല ബന്ധമാണ് പുലർത്തുന്നത്. അമേരിക്കയിലെ ട്രംപ് അധികാരത്തിലേറിയതോടെ നെതന്യാഹുവിന്റെ കൈകൾക്ക് ശക്തി വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഭാഗിക സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും ട്രംപും ഈ നെതന്യാഹുവും തമ്മിലുള്ള സൗഹൃദങ്ങൾ കൊണ്ട് കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ ജനപ്രീതി കൂടിയെന്നാണ്
നിങ്ങൾ കരുതുന്നത് എങ്കിൽ അതും തെറ്റാണ്. ലോകത്തിന് മുന്നിൽ ഹീറോ ആണെങ്കിലും സ്വന്തം നാട്ടിലെ പല സർവേകളിലും നെതന്യാഹുവിന്റെ ജനപ്രീതിയിൽ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ജയിച്ചിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ വിൻസ്റ്റൺ ചർച്ചിലിന്റെ വിധിയാണോ നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിന്റെയും പ്രതിച്ഛായ എന്ന് പറയപ്പെടുന്നത് നായകന്റേതല്ല, വില്ലന്റേതാണ്. ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ അദ്ദേഹത്തെ അങ്ങനെയാണ് വരച്ചു വെക്കുന്നത്. ഉക്രൈനിലെ യുദ്ധക്കൊലകളുടെയും ബലാത്സംഗങ്ങളുടെയും പേരിൽ ദ ഗ്രേറ്റ് വില്ലൻ ഓഫ് 2025 എന്ന പേരാണ് റഷ്യയുടെ ഈ സൈക്കോ ഏകാധിപതിക്ക് യൂറോപ്യൻ മാധ്യമങ്ങൾ ചാർത്തിക്കൊടുത്തിയിരിക്കുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള നയതന്ത്ര സംരംഭങ്ങളും ചർച്ചയിലുള്ള സമാധാന നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നിട്ടും റഷ്യ ഉക്രൈൻ പോരാട്ടം ഒരു തുടർക്കഥയായി മാറുന്നു. അതിനിടെയാണ് ഈ അമേരിക്കയുമായി ഏകോപിപ്പിച്ച് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അവതരിപ്പിച്ച പുതിയ 20 ദിന സമാധാന പദ്ധതി ഇടക്കാല ആശ്വാസമായി. എന്നിരുന്നാലും പ്രാദേശിക നിയന്ത്രണത്തെയും സുരക്ഷാ ഗ്യാരണ്ടികളെയും കുറിച്ചുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സംഘർഷങ്ങളെ ഒന്നും പരിഹരിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ കരാർ നടപ്പാവുമെന്ന് യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. എന്നാൽ വർഷാവസാനം ഇന്ത്യയിലെത്തിയ വ്ളാഡിമിർ പുടിനെ മോദി പ്രോട്ടോകോൾ പോലും ലംഘിച്ചു നേരിട്ട് പോയാണ് സ്വീകരിച്ചത്. ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള നിരവധി പദ്ധതികളും ആ ചർച്ചയിൽ പ്രഖ്യാപിക്കപ്പെട്ടു. ട്രംപിന്റെ ഉപരോധത്തിന് മറുമരുന്നായിട്ട് ഇന്ത്യ, റഷ്യ, ചൈന കൂട്ടായ്മ രൂപപ്പെട്ടു വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് ലോകമാധ്യമങ്ങളടക്കം എഴുതുന്ന പറയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്, പോയ വർഷത്തെ വില്ലന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഹിറ്റ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട അസീം മുനീർ ഉണ്ട്. അടുത്ത് തന്നെ ഷഹബാസ് ഷെരീഫിനെ മറിച്ചിട്ട് ട്രംപിന്റെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള അസീം അധികാരം പിടിച്ച വാർത്തയാകും നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരാൻ സാധ്യതയുള്ളത്. കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള മുനീർ ജയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഭീഷണിയാണ്. മറുഭാഗത്ത് ചൈനയുടെ സിഇഒ എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രസിഡന്റ് ഷീ ജിൻപിങ് ആവട്ടെ കൂടുതൽ കരുത്താർജിച്ചു വരികയാണ്. അമേരിക്കയുമായുള്ള കടുത്ത വ്യാപാര യുദ്ധത്തിലാണ് ചൈന ഇപ്പോൾ. അന്റാർട്ടിക്കയിൽ വരെ കിട്ടുന്ന ഒരു ബ്രാൻഡായിട്ട് ചൈനയെ വളർത്തിയെടുക്കുവാൻ ഷീ ജിൻപിങ്ങിനായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും എല്ലാവരുമായും ചൈനയ്ക്ക് അതിർത്തി പ്രശ്നമുണ്ട്. ഇന്ത്യയുടെ അരുണാചൽ പ്രദേശിന്റെ ഭാഗങ്ങളിൽ വരെ ചൈന അവകാശവാദം ഉന്നയിക്കുകയാണ്. പാകിസ്ഥാനെയും ശ്രീലങ്കയും ഒക്കെ തങ്ങളുടെ കോളനികൾ പോലെയാക്കുവാൻ ചൈന തയ്യാറാകുന്നു. ജപ്പാനിൽ ആദ്യ വനിതാ പ്രധാനമന്ത്രി സറാത്ത് തകൈച്ചി തൈവാനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവനകൾ അത്തരത്തിൽ നടത്തിയതോടെ ഷിയുടെ കരടായി മാറുകയും ചെയ്തു. ചൈനയുടെ ശക്തമായിട്ടുള്ള മറുപടി നൽകിയതോടെ ജപ്പാൻ ചൈന ബന്ധവും വഷളായിരിക്കുന്നു. അതുപോലെ പഹൽഗാമിലെ നിരപരാധികളുടെ ചോരയ്ക്ക് പകരം ചോദിച്ചുകൊണ്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോകത്തിന് മുന്നിൽ ഹീറോ ആകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാൻ പതർന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ വ്യോമാക്രമണം തുടർന്നു. പാകിസ്ഥാന്റെ പ്രധാന വിമാനത്താവളങ്ങളിൽ അടക്കം ആക്രമണം നടത്തിയ ഇന്ത്യ പാകിസ്ഥാന്റെ തിരിച്ചടിയെ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഒടുവിൽ സംഘർഷം കൂടുതൽ വഷളാകുന്നതിന് മുൻപ് വെടിനിർത്തൽ ധാരണയുണ്ടാകുന്നു. ഇത് മാത്രമല്ല, ഇന്ത്യയുടെ GDP-യിലുണ്ടായ വർധനവും മോദി ഭരണത്തിന്റെ നേട്ടമായിട്ട് ഉയർത്തിക്കാണിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ പട്ടിണി കിടക്കുമ്പോഴാണ് ഇന്ത്യ തിളങ്ങുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഹീറോ മാത്രമല്ല നരേന്ദ്രമോദി, ലോകത്തിന്റെ ഹീറോ കൂടിയാണ് എന്നുള്ള വരച്ചുവയ്ക്കലാണിത്. നമ്മൾ ജൻസി പ്രക്ഷോഭം 2025 ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഒന്ന്, 2025 സെപ്റ്റംബർ മാസത്തിൽ നേപ്പാളിൽ സർക്കാർ സാമൂഹിക മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചപ്പോൾ അതിനെതിരെ ഉയർന്ന യുവജന പ്രക്ഷോഭം അത് ഭരണകൂടത്തെ തന്നെ മറിച്ചിട്ടു എന്നുള്ളതാണ്. വലിയ പാർലമെന്റ് കെട്ടിടങ്ങൾ അടക്കം ജനം അടിച്ചു തകർക്കുന്നത് കണ്ട് ലോകം ഞെട്ടിപ്പോയി. തുടർന്ന് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി രാജിവെക്കുകയും സുശീല കാർക്കി അധികാരമേൽക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഈ പ്രക്ഷോഭം ലോകരാഷ്ട്രീയത്തിന്റെ വലിയ സ്വാധീനം ചെലുത്തി, അല്ലെങ്കിൽ ലോകരാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് വിദേശ മാധ്യമങ്ങൾ അടക്കം എഴുതി വെച്ചു. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പങ്കാളിത്തം, ജനാധിപത്യ ആവശ്യങ്ങൾ, ഭരണപരിശോധന എന്നിവയെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്തു. പിന്നീട് മൊറോക്കോയിലും ഇതുപോലെ യുവജന പ്രക്ഷോഭങ്ങൾ ധാരാളം ഉണ്ടായി. പക്ഷേ ബംഗ്ലാദേശിലൊക്കെ ഈ റിവേഴ്സ് ജൻസി പ്രക്ഷോഭമാണ് ഉണ്ടായത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് മതമൗലികവാദികളാണ് ബംഗ്ലാദേശിൽ പിടിമുറുക്കിയത്.
ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്ന് കത്തിക്കുന്ന അവസ്ഥയാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴുള്ളത്. ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര ക്രൈംസ് ട്രൈബ്യൂണൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്കാണ് വിധിച്ചിരിക്കുന്നത്. ദയനീയമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാനും കടന്നു പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കരുതൽ ധനശേഖരം ഇടിഞ്ഞ് പട്ടിണി രാഷ്ട്രമായിട്ടും പാകിസ്ഥാൻ ഭീകരതയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. പട്ടാള മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ആ പണി നിർബാധം തുടരുന്നു. സുഡാൻ രൂക്ഷമായിട്ടുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്ക് കടന്നത് 2025 കണ്ണീരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സുഡാനി സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള സായുധ ഏറ്റുമുട്ടൽ അവസാനിക്കുന്നതിന്റെ ലക്ഷണമൊന്നും ഇന്നും നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണ്. അപ്പോൾ ഈ സംഘർഷം രൂക്ഷമായിട്ടുള്ള ഭക്ഷ്യക്ഷാമത്തിനും വ്യാപകമായ കുടിയിറക്കത്തിനും കാരണമായി എന്നുള്ളതാണ്. കോങ്കോ സംഘർഷവും തുടരുകയാണ്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ 2025 തുടക്കത്തിൽ ആരംഭിച്ച സർക്കാർ സേനയും റുവാൻഡൻ പിന്തുണയുള്ള M23 വിമത ഗ്രൂപ്പും തമ്മിലുള്ള പോരാട്ടം അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കൻ മധ്യസ്ഥതയുള്ള സമാധാന കരാറിനും പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ട ചർച്ചകൾക്കും ശ്രമിച്ചിട്ടും അക്രമം തുടർക്കഥയാകുന്നു. മ്യാൻമാറിലും ആഭ്യന്തര യുദ്ധം ശ്രമിച്ചിട്ടില്ല. സൈനിക സർക്കാരും വിവിധ വംശീയ സായുധ ഗ്രൂപ്പുകളും അവരുടെ മാരകമായിട്ടുള്ള പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഏറ്റുമുട്ടലുകൾക്കിടയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയിറക്കപ്പെടുന്നു, 10,000 കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഭീകരാക്രമണങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഒരു തുടർക്കഥയായി മാറുന്നു. ഭീകരാക്രമണങ്ങളിൽ നിന്ന് മുക്തിയില്ലാത്ത വർഷമായിരുന്നു 2025 എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ പ്രഭവ കേന്ദ്രം എന്നത് നമ്മുടെ പാകിസ്ഥാൻ. പാക് താലിബാനും ബലൂച്ച് വിമതരും ഒക്കെയായിട്ട് 4 പ്രധാന ഭീകരാക്രമണങ്ങളിലൂടെയാണ് ആ രാജ്യം കടന്നുപോയത്. മെയ് 21 ബലൂചിസ്ഥാനിലുണ്ടായ സ്കൂൾ ബസ് ബോംബിങ്ങിൽ കുട്ടികളടക്കം 11 പേരാണ് കൊല്ലപ്പെട്ടത്. ജൂൺ 18 വസീറിസ്ഥാനിൽ പാക് താലിബാൻ പാക് സൈനികളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 17 പേരാണ് കൊല്ലപ്പെട്ടത്. നവംബർ 11 ഇസ്ലാമാബാദിൽ കോഴത്തെ പരിസരത്തുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനത്തിൽ 12 പേർക്ക് ജീവൻ നഷ്ടമാകുകയുണ്ടായി. അതുപോലെയാണ് സൊമാലിയ, നൈജീരിയ എന്നിവിടങ്ങളിൽ. അൽഷബാബ എന്ന ഇസ്ലാമിക ഭീകര സംഘടന ഈ സൊമാലിയയിലും നൈജീരിയയിലും ഒക്കെ നിരവധി ആക്രമണങ്ങൾ നടത്തി. ന്യൂനപക്ഷങ്ങളായിട്ട് ക്രിസ്ത്യാനികളുടെ കഴുത്ത് വെട്ടിയും സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയും ഭീതി ഉണ്ടാക്കി. അതുപോലെ യൂറോപ്പിലും സംഘർഷങ്ങളുടെ കാലമായിരുന്നു കടന്നുപോയത് എന്നുള്ളതാണ്. ഇസ്ലാമിസ്റ്റുകളും തീവ്ര വലതുപക്ഷവും സമാധാനത്തിന്റെ രാജ്യങ്ങളായി അറിയപ്പെട്ട സ്കാൻഡിനേവിയ പോലും കലാപഭൂമിയാക്കി മാറ്റി. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രിയ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിക മൗലികവാദം ശക്തിപ്പെട്ടു. ഒപ്പം തീവ്ര വലതുപക്ഷവും. ഏറ്റവും ഒടുവിലായി ലോകം ഞെട്ടിയത് ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ച് ആക്രമണത്തോടെയാണ്. സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ യഹൂദരുടെ ആഘോഷത്തിന്റെ 16 പേരെ ബാപ്പയും മകനും ചേർന്ന് വെടിവെച്ചു കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ വിറയലോടെയാണ് നമുക്ക് കാണാൻ കഴിയും. പ്രതികളിൽ ഒരാൾ നേരത്തെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധത്തിന്റെ പേരിൽ കസ്റ്റഡിയിലായ വ്യക്തിയാണ്. എന്നിട്ടുമുണ്ടായ ഇന്റലിജൻസ് വീഴ്ച എന്ന് പറയപ്പെടുന്ന വലിയ ചർച്ചയാണ്. തോക്ക് നിയന്ത്രണ നിയമങ്ങളിൽ ഏറ്റവും ശക്തമെന്ന് കരുതപ്പെടുന്ന രാജ്യത്താണ് ഇത്രയും പേര് 2 കൊലയാളികൾ ചേർന്ന് വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ളതാണ്. അതും 6 തോക്കുകൾ ഉപയോഗിച്ചു. ഒരാൾക്ക് എങ്ങനെ 6 തോക്കുകൾ സ്വന്തമാക്കാൻ ആയി എന്ന ചോദ്യത്തിന് മുന്നിൽ ഓസ്ട്രേലിയൻ അധികൃതർക്ക് ഉത്തരം മുട്ടുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇതോടെ കർശനമായിട്ടുള്ള ഗൺ നിയമങ്ങളിലേക്ക് രാജ്യം കടന്നു എന്നുള്ളതാണ്. ഒപ്പം ഇസ്ലാമിക മതപ്രഭാഷകർക്കടക്കം വിലക്ക് വരുമെന്നും അറിയും. അപ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് വലത്തോട്ട് ചായുകയാണ്. പൊതുവെ യൂറോപ്പിന്റെ ഒരു യാത്ര അങ്ങനെയാണ്. കുടിയേറ്റ വിരുദ്ധതയും ഇവിടെ വളരുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ 2025 അവസാനിക്കുമ്പോഴും ഇന്നും ലോകത്തിന്റെ ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് മാറുന്നത് മതഭീകരതയാണ്. പാലസ്തീൻ പ്രശ്നത്തിൽ തുടങ്ങി ഇന്ത്യ പാക് പ്രശ്നത്തിന്റെയും അടക്കം അടിത്തറ മതമാണ്. മതഭീകരതയിൽ നിന്ന് മോചനം നേടുന്ന ഒരു കാലം ഈ ലോകത്തിന് അടുത്തൊന്നും സങ്കല്പിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും 2025 എന്ന് പറയപ്പെടുന്ന വർഷം കടന്നു പോകുമ്പോൾ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ലോകമെന്ന് പറയപ്പെടുന്നത്. അവിടെ ഇന്ത്യക്കും അഭിമാനിക്കാം. ഇന്ത്യയുടെ നേതാവ് മോദി എന്ന് പറയപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന്റെയും നേതാവാണ് എന്ന വിധത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിൽ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാം.